and lead with confidence. To shed light onto this, we are privileged to have with us Dr. Nesrin Midlaj, a social impact strategist, entrepreneur, and education leader. Ladies and gentlemen, please put your hands together as we welcome Dr. Nesrin Midlaj for this very important session. No, the privilege is mine indeed. No, it's my privilege. And co-founder Because they have the Profile master Business stroke savings Solutions. account. UK. Her work with iNova Education Foundation transformed learning for thousands of schools, earning recognition from the UN. She has been a panelist at the Economic Times Vision Conclave and received multiple awards, including the Excellence Award from Kerala's Labour and Skills Department. With expertise in policy making and leadership, Dr. Nesrin continues to inspire change in education and entrepreneurship. Dr. Nesrin Midlaj is a social impact strategist. Hello, good afternoon everyone. May I have a good afternoon back? Thank you. So are we here? Are we all here? Okay. So with that, I will today start my session. എല്ലാവരും ലഞ്ച് കഴിഞ്ഞ് എന്താ പറയുക ആ ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് എന്ന് അറിയാം ഫോർ എ സീരിയസ് ടോപ്പിക് ലൈക്ക് ദിസ്. Nevertheless, I am going to take the stage and start with what I have to speak. All right. ഈ പിക്ചറിലേക്ക് എല്ലാവരും ഒന്ന് നോക്കൂ, ഒന്ന് സ്ക്രീനിലേക്ക് നോക്കൂ. ഇത് നിങ്ങളിൽ എത്ര പേര് പ്ലെയിൻ യാത്ര നടത്തിയിട്ടുണ്ട്? Can you raise your hands? Almost all of you, അല്ലേ? അപ്പോൾ ഈ ചിത്രം നിങ്ങൾക്കൊരു പുതിയ ചിത്രമല്ല. You know what it means. That നമുക്ക് ഒരു പ്ലെയിനിൽ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ എയറോസ്റ്റസ് പറഞ്ഞു തരുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു അപകടം വരികയാണെങ്കിൽ ഫസ്റ്റ് യു നീഡ് ടു പുട്ട് യുവർ മാസ്ക് ഓൺ ആൻഡ് ദെൻ പുട്ട് ദ മാസ്ക് ഫോർ ദി അതർ പേഴ്സൺ റൈറ്റ് നെക്സ്റ്റ് ടു യു, അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനപ്പോൾ ഇതൊക്കെ ഇവിടെ പറയുന്നത്, ഇതും ഈ ഒരു ടോപ്പിക്കായിട്ട് എന്താ റിലവൻസ്, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. സോ സാധാരണ എൻ്റെ ഒരു ടോക്ക് ഞാൻ തുടങ്ങാറ് ഭയങ്കര ഒരു മോട്ടിവേഷണൽ ആംഗിൾ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ ടുഡേ ഐ എം ആക്ച്വലി ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് സംതിങ് വിച്ച് ഇസ് നോട്ട് ഡിസ്കസ്ഡ് മോസ്റ്റ് ഓഫൻലി ഇൻ അവർ സൊസൈറ്റി. ദർ ഇസ് എ സ്റ്റിഗ്മ അഗെയിൻസ്റ്റ് ദാറ്റ് ഡിസ്കഷൻ. Maybe because we are scared. Maybe because we are scared of exposing ourselves. We see it as a bad thing. So today I'm going to talk about a serious topic which has hit me also personally. We are going to talk about mental health and depression in entrepreneurship or leadership. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് ലീഡേഴ്സാണ്, എത്ര പേര് ഓൺട്രപ്രന്യോഴ്സ് ആണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ മെൻ്റൽ ഹെൽത്തിനെ സംബന്ധിച്ച് നിങ്ങളൊരു ലീഡർ ആണെങ്കിലും ഓൺട്രപ്രന്യോർ ആണെങ്കിലും ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് നമുക്ക് അറിയാം, അല്ലേ? അപ്പോൾ ടോപ്പിക് ഓഫ് മെൻ്റൽ ഹെൽത്ത് ഇപ്പോൾ കുറച്ച് പ്രോമിനൻസ് ഗെയിൻ ചെയ്ത് വരുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. എന്നാലും we feel very scared to talk about it because നമ്മുടെ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ചാവോ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് എന്നുള്ളൊരു പേടിയാണ്. നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളെ ബഹുമാനിക്കുന്ന ചിലരെങ്കിലും ആ ബഹുമാനം ഇല്ലാണ്ടാവോ എന്നുള്ളൊരു ചെറിയ പേടി നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാരണം ഇറ്റ്സ് കൺസിഡേർഡ് എ ഷെയിം ടു ടോക്ക് അബൌട്ട് ദിസ്. സോ ടുഡേ ഐ എം ഗോയിങ് ടു ടേക്ക് യു ത്രൂ 3 പാർട്സ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ഫസ്റ്റ് മെൻ്റൽ ഹെൽത്തും അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഓൺ ഹ്യൂമൻ ബീങ്സ് എന്താ എന്നും കൂടി പറയും. സെക്കൻഡ് അബൌട്ട് ലീഡർഷിപ്പ്, ഓൺട്രപ്രന്യോർഷിപ്പ് ആൻഡ് ദെൻ മെൻ്റൽ വെൽബീയിങ് ആൻഡ് ദെൻ സ്ട്രാറ്റജീസ്. നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക എന്നാണ് ഐ എം ഗോയിങ് ടു ടേക്ക് യു ത്രൂ. സോ ഫസ്റ്റ് തന്നെ ഞാനൊരു ഡിസ്ക്ലെയിമർ എടുക്കട്ടെ. ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അല്ല. ഐ എം നോട്ട് എ തെറപ്പിസ്റ്റ് ഓർ എ ഡോക്ടർ ഇൻ ദാറ്റ് സെൻസ്. Today my goal is to inspire you all to create കുറച്ച് ഹോപ്പ്. അങ്ങനത്തെ ഒരു ടോക്കാണ് ഞാൻ ഇന്ന് തരുന്നത്. സോ ഇഫ് ഞാൻ ഇന്ന് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗോ ബൈ വാട്ട് ഐ സേ. കൺസൾട്ട് എ പ്രൊഫഷണൽ, സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് ഇസ് വാട്ട് ഐ വുഡ് സേ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറിനോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ഒരു കൊലീഗോ ഒരു ഫ്രണ്ടോ ഈ അടുത്തിടെയായിട്ട് സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ കോൾസ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മെസ്സേജസ് നോക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ദേഷ്യം വാശിയും പിടിക്കുക,
ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ പറയും അതിനിപ്പോൾ എന്താ, നമ്മുടെ വീട്ടിലെ ഭർത്താക്കന്മാർ തന്നെ അങ്ങനെയല്ലേ എന്ന് ചിലരൊക്കെ എന്നോട് ചോദിക്കും. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ് ഇഫ് ഇറ്റ് ഈസ് ഓൾ ഓഫ് എ സഡൻ. നമ്മൾ റെഗുലർലി അങ്ങനെ ചെയ്യുന്നതും ആ ഒരു പാറ്റേൺ മാറി സഡൻലി ഒരാളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് സീരിയസ് ദാറ്റ് യു ഹാവ് ടു കൺസിഡർ അബൌട്ട്. നമ്മുടെ സമൂഹത്തിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഇങ്ങനത്തെ എന്തെങ്കിലും ആങ്സൈറ്റിയോ ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണവശാൽ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉള്ളവർക്കും പറയാൻ പേടിയാണ് അതിനെക്കുറിച്ച്. So the first step is they may not even reach out for help unless you recognize that they need help. അവർ ചിലപ്പോൾ ലൈഫിനെ ഏറ്റവും കോപ്പപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അവർക്കത് പറയാൻ കഴിയുന്നുണ്ടാവില്ല. സോ നമ്മൾ സ്കൂളിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നില്ല, നമ്മൾ സമൂഹത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, പിന്നെ ആർക്കും എവിടെ നിന്നാണ് ഹെൽപ്പ് കിട്ടുക? ഡു യു നോ ദാറ്റ് ലോകത്തിലെ 5 ഡിസബിലിറ്റീസിൽ ഒന്നാണ് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഡയബറ്റീസും ഹാർട്ട് അറ്റാക്കൊക്കെ മാറ്റി വെച്ചാലുള്ള, സോ വിച്ച് മീൻസ് ദാറ്റ് വേൾഡിൽ 1 in 5 people ഹാവ് ഡിപ്രഷൻ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ ഡിപ്രഷനും സാഡ്നെസ്സും തമ്മിൽ കൺഫ്യൂസ് ആക്കരുത്. സാഡ്നെസ് ഒരു നോർമൽ ഹ്യൂമൻ ഇമോഷനാണ്, നമുക്ക് എല്ലാവർക്കും വിഷമം വരും, അത് ഓക്കെയാണ്. ബട്ട് അതിക്കും അപ്പുറമുള്ളൊരു ലെവലിലേക്ക് എത്തുന്നത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പഠിക്കണം. അപ്പോഴാണ് നമുക്കൊരു ഡിപ്രഷൻ പോലത്തെ വലിയൊരു സീരിയസ് ഇഷ്യൂവിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനുള്ള കുറച്ച് സൈനുകൾ എങ്ങനെയാണ് ഏർലി നമുക്ക് കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ എന്താണ് ഏർലി സൈൻസ്? ലോസ് ഓഫ് എനർജി. അതായത് നിങ്ങൾ ഒരു രാത്രി മുഴുവൻ കിടന്നുറങ്ങി, നല്ല സ്ലീപ്പിംഗ് പാറ്റേൺ ആണ്, എന്നിട്ടും എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്യാണ്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ ആ ലോസ് ഓഫ് എനർജി ഫീൽ ചെയ്യുമ്പോൾ ശരിയാണ്, ഏജ് കാരണം നമുക്ക് ചിലപ്പോൾ ലോസ് ഓഫ് എനർജി വരും. ആ ഏജ് കാരണം വരുന്ന ലോസ് ഓഫ് എനർജിക്ക് യു ക്യാൻ ആക്ച്വലി ടേക്ക് യുവർ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അതൊക്കെ എടുത്തിട്ടും ഇഫ് യു ആർ ഫീലിംഗ് ടയേർഡ്, that means something is there that you need to watch out for. Feeling detached or disconnected from oneself and environment, where you go into extreme isolation, abandonment of friends and family, social network. അതായത് നമുക്ക് സോഷ്യലി മിങ്കിൾ ചെയ്യാൻ തോന്നാതിരിക്കുക. പൊതുവേ നിങ്ങൾ കല്യാണങ്ങൾക്ക് പോകുന്നുണ്ടാവും, നിങ്ങൾ ഇങ്ങനത്തെ കോൺക്ലേവ്സ് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവും. പക്ഷേ ഒരു ടൈം വന്നു, നിങ്ങൾക്ക് എന്തോ ഒരു കാരണവശാൽ യു ഡോണ്ട് ജസ്റ്റ് ഫീൽ ലൈക്ക് യു ജസ്റ്റ് വോണ്ട് ടു സിറ്റ് അറ്റ് ഹോം. ഒരു ഐസൊലേഷൻ താല്പര്യപ്പെടുന്നു. ഡിമിനിഷ് പ്ലഷർ ഇൻ ഓൾമോസ്റ്റ് ഓൾ ആക്ടിവിറ്റീസ്. ഈ അനഡോണിയ എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. ഇറ്റ് ഈസ് ഇൻഎബിലിറ്റി ടു ഫീൽ പ്ലഷർ ഇൻ നോർമലി നമുക്ക് പ്ലഷർ കിട്ടുന്ന അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങളിൽ നമുക്കിപ്പോൾ പ്ലഷർ കിട്ടാണ്ടാവുക. അതായത് എന്ത് ചെയ്തിട്ടും എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. ഐ എം ഷുവർ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അത് എത്ര സിവിയർ ആണ് എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇൻസോംനിയ അല്ലെങ്കിൽ ഹൈപ്പർസോംനിയ, അതായത് നമ്മൾ ഒരുപാട് നേരം ഉറങ്ങുന്നു അല്ലെങ്കിൽ തീരെ ഉറങ്ങാണ്ടാവുക. അത് ഒരു റെഗുലർ പാറ്റേൺ നിന്ന് മാറിയിട്ടുള്ളൊരു അവസ്ഥ വരുമ്പോൾ. പിന്നെ മൂഡ് സ്വിങ്സ്. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇന്നിപ്പോൾ വിമൻസ് ഡേൻ്റെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹോർമോൺസ് പല സൈക്കിൾസിലാണ് നമ്മുടെ ഹോർമോൺസ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. പക്ഷേ എക്സ്ട്രീം ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി വെരി കെയർഫുൾ, സംതിങ് ഇസ് അണ്ടർലൈങ് ദെയർ. പിന്നെ റിപ്പീറ്റഡ് ആക്ഷൻസ് ഓഫ് ചെക്കിങ് മെനി ടൈംസ്. അതായത് റിപ്പീറ്റഡ് ഡൗട്ട്സ്. നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടോ എന്ന് വീണ്ടും 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 ചെക്ക് ചെയ്യുക, ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുക. ഇത് നമുക്കറിയാം, പണ്ട് നമ്മുടെ അമ്മമാർക്കൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അത് ഇന്നർ ഒരു ഫിയർ കാരണമാണത്. പക്ഷെ അത് ടൂ മച്ച് ഒരു ആങ്സൈറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അഗെയിൻ ദാറ്റ് റിപ്പീറ്റഡ് ഡൗട്ട് പാറ്റേൺ ഹാസ് സം അണ്ടർലൈങ് ഫിയർ ദാറ്റ് യു ഹാവ് നോട്ട് സോർട്ടഡ് ഔട്ട്. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ അപ്പറ്റൈറ്റ്. നമുക്ക് വിശക്കാണ്ടിരിക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു മെഷീൻ മാറി കഴിക്കുക എന്നല്ലാണ്ട് വി ആർ നോട്ട് എൻജോയിങ് വാട്ട് വി ആർ ഈറ്റിംഗ്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ദ തോട്ട്സ് ഓഫ് സൂയിസൈഡ്. സോ ഈ 8 എണ്ണത്തിൽ 6 or 7 സയൻസ് നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനുണ്ട്, നിങ്ങളുടെ വീട്ടുകാർക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഹെൽപ്പ് ദം ഔട്ട്. പക്ഷേ നമ്മളെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവർ നമ്മളോട് പറയണമല്ലോ, അവർ പറയൂലല്ലോ, കാരണം അവർക്ക് ദേ ആർ കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. സോ വാട്ട് യു ക്യാൻ ഡു ഈസ്, നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ മാറാൻ ഒരേ ഒരു വഴിയുള്ളൂ. യു കണക്ട് വിത്ത് നേച്ചർ, യു വർക്ക് ഔട്ട്, യു ഗോ ഔട്ട് ആൻഡ് മിങ്കിൾ വിത്ത് പീപ്പിൾ, ഡു ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ അവർക്കുള്ളൊരു മാനസികാവസ്ഥയിലല്ലാത്തതുകൊണ്ട് നിങ്ങൾ വേണം അവരോട് ചോദിക്കാൻ. ഇഫ് യു ഐഡൻറ്റിഫൈ സംബഡി ഈസ് ഹാവിങ് ദീസ് പ്രോബ്ലംസ്, യു ടെൽ ദം, ക്യാൻ വി ഗോ ഔട്ട് ഫോർ എ കോഫി ഫോർ മൈ സേക്ക്,
എനിക്ക് വേണ്ടി നമുക്കൊരു കോഫിക്ക് പോവാം, എനിക്ക് വേണ്ടി എനിക്കൊന്ന് നടക്കണം എന്നിട്ട് നടക്കാം. അങ്ങനെ യു ടേക്ക് ദം ഔട്ട് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. സോ another thing what I wanted to share is a story. Okay, second part, we are coming almost to the second part of what I wanted to discuss. On the screen I'm sure you can see me, alle? Yeah. So this was last year ഞാൻ ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ട് കുറേ NGOസിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ലാർജ് സ്കെയിൽ പ്രോജക്ട്സ് ഗവൺമെൻറ്റ്സിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഐ യൂസ് ടു വർക്ക് വെരി ക്ലോസ്ലി വിത്ത് IAS ഓഫീസേഴ്സ്, അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറീസ് ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കമ്മീഷണേഴ്സ്, സം പൊളിറ്റീഷ്യൻസ് ആൻഡ് വേരിയസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. എന്നിട്ട് ഒരുപാട് സ്റ്റേറ്റ്സിൽ നമ്മളെ സ്കൂളിൻ്റെ കരിക്കുലം മാറ്റാനൊക്കെ എഫേർട്ട് എടുത്തിട്ട് ആ പ്രൊജക്റ്റ് നന്നായിട്ട് കിക്ക് ഓഫ് ആയി, നല്ല ഇമ്പാക്റ്റ് ഉണ്ടായി. ഞാൻ അത്യാവശ്യം എന്താ പറയുക ഹാപ്പി ആയി ലൈഫിൽ, കാരണം ഐ വാസ് മേക്കിംഗ് ആൻ ഇമ്പാക്റ്റ് അമോങ് പീപ്പിൾ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടി. മൈ പ്രോജക്ട്സ് ഗോട്ട് ഫണ്ടഡ്, ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാവരും ഫണ്ട് ചെയ്തു. അങ്ങനെ കുറേ നല്ലൊരു ലെവലിൽ നിൽക്കുമായിരുന്നു. ബട്ട് യു നോ സംതിങ്, നമ്മളെ കൺട്രിയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ച് പഴയതാണ് അല്ലേ. അപ്പോൾ ഒരു സിസ്റ്റത്തിനെ മാറ്റുമ്പോൾ ദർ വിൽ ബി അറ്റ്ലീസ്റ്റ് എ ഫ്യൂ പീപ്പിൾ ഹു ഡോണ്ട് ലൈക്ക് ഇറ്റ് അല്ലേ. ഏതൊരു സിസ്റ്റമും നമ്മൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ സം റെസിസ്റ്റൻസ് വിൽ ബി ദെയർ. ആൻഡ് അതൊരു പെണ്ണുകൂടിയാണ് അത് മാറ്റാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ ദർ ആർ ഇൻ ഡിഫറെൻറ്റ് വേസ് ദേ വിൽ ട്രൈ ടു ടാർഗറ്റ് യു. ഐ ഗോട്ട് ടാർഗറ്റഡ് ലൈക്ക് ദാറ്റ് ബൈ സംബഡി. I didn't know that one individual has the capacity to do something like that. അപ്പം എന്താ സിറ്റുവേഷൻ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ദാറ്റ് സിറ്റുവേഷൻ ബ്രോക്ക് മീ ഡൗൺ. ഐ ഡിഡ്ന്റ് റിയലൈസ് ഇറ്റ്, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറന്ന് നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് എനർജറ്റിക് ആയിട്ട് ഒരുപാട് ചേഞ്ചസ് വരുത്തുന്ന ഒരാളായിട്ട് നടന്നിട്ട് പോലും ഐ റിയലൈസ് ദാറ്റ് ഐ വാണ്ടഡ് ടു സ്ലീപ്പ് മോർ. ഞാൻ ഒരുപാട് കിടന്നുറങ്ങാൻ ഉള്ള ഒരു സ്റ്റേജിലേക്ക് എത്തി. ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഈറ്റിംഗ് എനിത്തിങ്. ആൻഡ് ഈ പാറ്റേൺസ് വീട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ സയൻസിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 സയൻസ് എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഐ ഡിഡ്ന്റ് നോ ഇറ്റ് വാസ് ഡിപ്രഷൻ. ആൻഡ് ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ, ദിസ് ഇസ് ദ പെർസെപ്ഷൻ ദാറ്റ് ഐ ബിലീവ് ദാറ്റ് പീപ്പിൾ ഹാവ് ഓഫ് മീ. ഒരു കോൺഫിഡൻറ്റ് ബോൾഡ് വുമൺ സ്റ്റേയിങ് ദെയർ. അപ്പോൾ ഈ ഒരു പെർസെപ്ഷൻ മാറിപ്പോവില്ലേ ഞാൻ ഓപ്പണായി പറഞ്ഞാൽ. സോ ഐ ഹാഡ് ദാറ്റ് ഫിയർ. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു കുക്കൂണിലേക്ക് പോയി, വീട്ടിനകത്ത് തന്നെ അടച്ചിരുന്നു. എന്നെ രക്ഷിച്ചത് ആരാന്നറിയോ? എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്ന എൻ്റെ മെയ്ഡ്. സോ ഞാൻ കുറേ ട്രാവലൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഫുൾ ടൈം ലിവ് ഇൻ മെയ്ഡ് ഉണ്ട്. ആ ലിവ് ഇൻ മെയ്ഡ് എന്നിട്ടും എൻ്റെ പാറ്റേൺസ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എണീറ്റേന്ന് പറഞ്ഞു ബെഡിൽ നിന്ന്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ആരത് ബെഡ്റൂമിലേക്ക് വന്നിട്ട് എണീറ്റെന്ന് പറയുന്നു. അപ്പം അടുത്ത് എണീക്കാനാണ് പറഞ്ഞത്, ഇപ്പം എണീക്കണം, ഈ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. ഷീ ബിക്കെയിം assertive, she became very authoritative. She made me drink water, she made me get up, and she said, we are going down for a walk, take shower, if you need help in taking shower, I'm there with you. And then she took me down. Then നേച്ചറിൽ എന്നെ നടത്തിച്ചിട്ട്, ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ എന്നെ താഴെ നടത്തിച്ചിട്ട്, ഷീ സ്റ്റാർട്ടഡ് ടെല്ലിങ് മീ അബൌട്ട്, മാം ഒന്ന് ചിന്തിച്ച് നോക്ക്, ദീദി എന്നാണ് എന്നെ വിളിക്കൽ, ഐ എം ജസ്റ്റ് അഡ്രസ്സിങ് എസ് മാം. ദീദി ഒന്ന് ആലോചിച്ച് നോക്ക്, ഞങ്ങളുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്ക്, ഞങ്ങളൊക്കെ എന്ത് സിറ്റുവേഷനിൽ വരുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഇതിൻ്റെ 10 ഇരട്ടി സഹിക്കാറുണ്ട്. അത് വിചാരിച്ച് ദീദി സഹിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ദീദിൻ്റെ പ്രോബ്ലം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൽ നമുക്ക് പുറത്ത് വരണ്ടേ? അങ്ങനെ പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ 10 ദിവസം ദീദി ഒന്ന് കോഓപ്പറേറ്റ് ചെയ്യുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ശരി, റെഡി. അങ്ങനെ ഷീ ആക്ച്വലി മേഡ് മീ വാക്ക് എവറി ഡേ, 1 step at a time. She actually, yes, big round of applause for her. Her name is Suganya. അവൾ എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നതാണ്. അവൾക്ക് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റും ചെയ്യും. സോ ഷീ ആക്ച്വലി മേഡ് മീ വാക്ക്, ഷീ മേഡ് മീ കം ഔട്ട് ഓഫ് ഇറ്റ്. ഓഫ് കോഴ്സ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എൻ്റെ മോളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ കെയിം ബാക്ക് ആൻഡ് ഐ സ്റ്റാർട്ടഡ് 3 other businesses in the last 1 year. And today I am known in so many conclaves. I speak in so many conclaves. Ippom Kerala Vision എന്നെ invite ചെയ്യാൻ കാരണം is because they've seen me on multiple platforms. So what I'm trying to say with this story is that there is no shame in asking for help. Because നമ്മൾ അവിടെ കിടന്ന് നമ്മൾ നാണം കെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ, നമ്മൾ പിന്നെ അതിന് ഉയർന്ന് എണീക്കൂല. ഇറ്റ്സ് ഓക്കെ, ഇത് കോമണാ, ആർക്കും വരാവുന്നതേ ഉള്ളൂ. അക്സെപ്റ്റ് ദാറ്റ് ദർ ഇസ് സംതിങ് ലൈക്ക് ദിസ്. ഇറ്റ് ഇസ് വെരി നോർമൽ. 1 in 5 people have that. All you have to do is take action. Yeah. So with that we come to the third one, mental health, or the last one, mental health and leadership. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ലീഡർ ആകുമ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നാണ്. ഒന്ന്, ആസ് എ ലീഡർ അല്ലെങ്കിൽ ഓൺടർപ്രന്യൂർ നമ്മൾ ഡിസിഷൻ മേക്കേഴ്സ് ആണ് അല്ലേ. ഡേ ടു ഡേ നമ്മുടെ ബിസിനസ്സിലും കാര്യത്തിലൊക്കെ നമുക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുണ്ട്. അപ്പം ഡിസിഷൻ എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്? മൈൻഡ് കൊണ്ടല്ലേ. അപ്പം മൈൻഡ് ശരിയായിട്ടില്ലെങ്കിൽ ഒരു കാര്യവുമില്ല അല്ലേ. Now coming back to the first example that I started with, ഞാൻ ആ എയ്റോപ്ലെയിൻ്റെ പിക്ചർ കാണിച്ചില്ലേ, ദാറ്റ് മാസ്ക്.
അതെന്താണ്? നമ്മളെ മെൻ്റൽ ഹെൽത്ത് ശരിയാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ എംപ്ലോയീസിൻ്റെ വെൽബീയിങ് നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യുക? So that's why it's important to look inward and take care of yourself first before taking care of others. Second is team productivity. നമ്മൾ നല്ല ഹാപ്പി ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ ഓറ, നമ്മുടെ എനർജി ബാക്കിയുള്ളവരിൽ സ്പ്രെഡ് ചെയ്താൽ അഫ്കോഴ്സ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഈ സ്പീച്ച് പറയാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾ ആരും ആക്ച്വലി ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പക്ഷേ നൗ ഐ ഹാവ് ഓൾ യുവർ ഐസ് ഓൺ മീ. വൈ? ബിക്കോസ് ദിസ് ഇസ് ദ മാജിക് ഓർ ദിസ് ഇസ് ദ ഓറ ദാറ്റ് യു ഗിവ് അറൗണ്ട് പീപ്പിൾ അറൗണ്ട് യു. സോ അതിന് നമ്മളാദ്യം സ്ട്രോങ് ആവണം. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഷുഡ് ബി ഗുഡ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കണം വർക്ക് പ്ലേസിൽ. അതായത് ഇതിനെക്കുറിച്ച് സംസാരിച്ചാലും കുഴപ്പമില്ല എന്ന് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടണമെങ്കിൽ യു ഹാവ് ടു ക്രിയേറ്റ് എൻ എൻവയൺമെൻറ്റ്. യു ഹാവ് ടു ബി വൾണറബിൾ. വൾണറബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പാകപ്പിഴവുകളെ കുറിച്ചോ പേടികളെ കുറിച്ചോ പറയാൻ മടി ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ ആസ് എ ലീഡർ അത് പറയാൻ മടി കാണിക്കാത്തപ്പോൾ ഇറ്റ്സ് നോർമൽ എന്ന് കാണിക്കുമ്പം അവർക്കും ഒരു നാളെ മറ്റന്നാളെ വീട്ടിലെ പേഴ്സണൽ സിറ്റുവേഷൻ ആവാം, ഒരു പൊളിറ്റിക്സ് ആവാം, ഓഫീസിലെ എന്ത് കാര്യമാണെങ്കിലും അവർക്ക് വന്നിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ധൈര്യം വരും. നമ്മളാണ് അവരുടെ റോൾ മോഡൽ. ഇത് ഞാൻ പറയൂല. ഐ ഗിവ് യു 2 minutes ടു ജസ്റ്റ് റീഡ് ത്രൂ ദി സ്റ്റാറ്റിസ്റ്റിക്സ്. ഒന്നൊന്ന് വായിച്ചു നോക്കൂ. ഇത് വെറും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ കണക്കാണേ. ബിക്കോസ് നമ്മളെ കേരളത്തിൽ ഇന്ന് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പിന് ഇത്രയും അധികം ആസ്പിറൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 72% ആണ് ഫൗണ്ടേഴ്സ് ഹു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് മെൻ്റൽ ഹെൽത്ത്. എന്തുകൊണ്ടറിയോ? ഭയങ്കര പ്രഷറാ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കമ്പനി തുടങ്ങുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മളെ തലയിൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് കൂടാണ്ട് ആ കമ്പനി തുടങ്ങിയിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലോ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും? അല്ലെങ്കിൽ ഐ എം അക്കൗണ്ടബിൾ ടു സോ മെനി പീപ്പിൾ, വെദർ ഇറ്റ് ഈസ് മൈ എംപ്ലോയീസ്, മൈ പാർട്ട്നേഴ്സ്, ബിസിനസ് പാർട്ട്നേഴ്സ്, ഇവർക്കൊക്കെ ഞാൻ അക്കൗണ്ടബിൾ അല്ലേ? അപ്പോൾ എന്തായിരിക്കും എന്നുള്ള ആ ഒരു ചിന്ത ഈ ഒരു സംരംഭക അല്ലെങ്കിൽ സംരംഭകൻ്റെ മനസ്സിൽ എപ്പോഴും കടന്നു പോകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് വൺ മോർ തിങ് ഈസ് ദാറ്റ് നമ്മൾ സ്റ്റാർട്ടപ്സിനെ ഇപ്പം ഞാൻ നേരത്തെ എൻ്റെ രാവിലത്തെ പാനൽ ഡിസ്കഷനിലും പറഞ്ഞു ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാലമാണ്. ഇറ്റ് ഈസ് ഗുഡ്. ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ് ടു സീ ദാറ്റ് യങ് പീപ്പിൾ ആർ കമ്മിങ് വിത്ത് സോ മെനി ഐഡിയാസ്. ദേ ആർ റേസിംഗ് ഫണ്ട്സ്. ദേ ആർ ആക്ച്വലി മേക്കിംഗ് എൻ ഇമ്പാക്ട് ഇൻ ദ സൊസൈറ്റി. ദേ ആർ ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം ആൻഡ് ദേ ആർ സോൾവിങ് എ പ്രോബ്ലം ഫോർ എ ലാർജ് മാസ് ഓർ എ ലാർജ് ഓഡിയൻസ്. പക്ഷേ ഇതൊക്കെ അവർ ചെയ്യുമ്പം ഇവർ എന്ത് ടൈപ്പ് ഓഫ് പ്രഷറിലൂടെയാണ് ഇവർ ഗോ ത്രൂ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പം എൻ്റെ അപ്പുറത്തുള്ള അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്മേറ്റ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇന്ന് ഇത്രയും ഫണ്ട് റേസ് ചെയ്തു. അപ്പോൾ അവനക്ക് ആകെ 21 വയസ്സേ ആയിട്ടുള്ളൂ. എനിക്കും 21 അല്ലേ, ഞാനും അവൻ്റെ ക്ലാസ് പഠിച്ചതാണല്ലോ, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് പറഞ്ഞാണ്ട് നാളെ നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോവരുത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ആളുടെ കോണ്ടെക്സ്റ്റ്, ആ ആളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വേറെ ആയിരിക്കും. അപ്പം ഓരോരുത്തരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിഫറെൻ്റ് ആയത് കാരണം തന്നെ യു ക്യാൻ നോട്ട് കമ്പയർ their journey where they are to our journey, and it's okay not to be alongside them at this point. Somewhere down the line you will be there. Now almost concluding with what I have to say, നമുക്ക് അറിയാം ഈ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ചോദിക്കണം, ഇതിൻ്റെ സയൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നൊക്കെ അറിയാം. ബട്ട് വാട്ട് ആർ സം സ്ട്രാറ്റജീസ് ഫോർ മെൻ്റൽ ഹെൽത്ത് ഇൻ ലീഡർഷിപ്പ് ഓർ ജനറലി ഓൾസോ? ഒന്ന്, സെൽഫ് കെയർ. നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടാൻ പഠിക്കുക. അപ്പം ഈ ആഴ്ച ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു ടഫ് വീക്കായിരുന്നു. അഗൈൻ a lot of things happened. Somebody commented something on me, somebody tried to put me down. അങ്ങനെ പലതും ഞാൻ കേട്ടു ഈ ആഴ്ച. Of course it felt very bad. ഭയങ്കര സങ്കടം തോന്നി. ആക്ച്വലി ഞാൻ ഒരുപാട് കരയുകയും ചെയ്തു. പക്ഷേ ടുഡേ ഐ എം സ്റ്റാൻഡിങ് ഹിയർ ബോൾഡ്ലി ടോക്കിംഗ് ടു യു അബൌട്ട് മെൻ്റൽ ഹെൽത്ത് അല്ലേ? അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ബിലീവ് ഇൻ മൈ സെൽഫ് ആൻഡ് ഐ ലവ് മൈ സെൽഫ്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ലവ് യുവർ സെൽഫ്. And how will you love yourself? By taking care of yourself. Self-care. Second, build a support network. അതിപ്പോൾ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കൊരു സ്ത്രീകളുടെ സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കാം എൻ്റെ ചുറ്റുമുള്ളത്. അതൊരു കമ്മ്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിരിക്കാം. ഇനി പുരുഷന്മാരാണെങ്കിലും there are so many groups that they have. Business communities ഉണ്ട്. So who are going to support you? Find that support network. Creating a supportive culture in companies.
ആൻഡ് ഓഫ് കോഴ്സ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുക കമ്പനീസിൽ, സോ ദാറ്റ് ഈവൻ വെൻ ദേ ഹാവ് ഇഷ്യൂസ്, വെൻ ദേ ഐഡൻറ്റിഫൈ ദേ നോ ഹൗ ടു റീബിൽഡ് കോൺഫിഡൻസ്. ഫോക്കസ് ഓൺ പേഴ്സണൽ ഗ്രോത്ത്. അതായത് ശരിയാണ് നമ്മൾ കമ്പനീൻ്റെ ഗ്രോത്ത് നോക്കണം, പക്ഷെ നമ്മൾ പേഴ്സണലി ഓൾസോ ആ കമ്പനീൻ്റെ കൂടെ ഗ്രോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം ടുമോറോ വി ഡോണ്ട് വാണ്ട് ടു ഫീൽ ദാറ്റ് എൻ്റെ കാരണം കമ്പനി ഗ്രോ ചെയ്തു, പക്ഷെ ഞാൻ ഇവിടെ തന്നെയാണല്ലോ നിൽക്കുന്നത്. അപ്പം ആസ് എംപ്ലോയേഴ്സ് ഓർ ലീഡേഴ്സ് വി ഷുഡ് ഓൾസോ എൻഷുർ ദാറ്റ് personal growth is there for our employees so that they don't feel bad about and their mental health doesn't go down. പിന്നെ advocate for yourself. ഇതെനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്. എൻ്റെ അടുത്ത് ചിലരൊക്കെ പറയലുണ്ട്, നെസ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ നെസ്റിൻ തന്നെയാണല്ലോ എന്ന്. ചിലപ്പോൾ ഒരു കളിയാക്കുന്ന ടോണിലായിരിക്കും പറയാം, പക്ഷേ എൻ്റെ ബ്രാൻഡ് അംബാസിഡർ എനിക്കല്ലേ ആവാൻ പറ്റുള്ളൂ. എന്നെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ അറിയുന്ന ആരാ? ഞാൻ തന്നെയല്ലേ. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്പയർ ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞാലേ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ഓക്കെ ടു അഡ്വക്കേറ്റ് യുവർ സെൽഫ്. ഒരു ലിമിറ്റ് വെക്കാന്നേ ഉള്ളൂ. യു ടോക്ക് അബൌട്ട് യുവർ സെൽഫ്. ഇഫ് യു ഹാവ് അച്ചീവ്ഡ് സംതിങ്, ടോക്ക് അബൌട്ട് ഇറ്റ്, ഇൻസ്പയർ അതർ പീപ്പിൾ. പിന്നെ പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. അതായത് ഞാൻ ഈ ആഴ്ച കരഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ആ കരഞ്ഞത് ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ തന്നെ എന്നോട് പറയുന്നത് ഐ എം ബീങ് കമ്പാഷനേറ്റ് വിത്ത് മീ. നമ്മൾ പണ്ട് മുതലേ പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ് ദാറ്റ് ഹേ ഡോണ്ട് ക്രൈ, ഗെറ്റ് അപ്പ് ആൻഡ് റൺ. പെട്ടെന്ന് എനിക്ക് യു ഹാവ് ടു പുഷ് യുവർ സെൽഫ് എന്നിങ്ങനെ നമ്മൾ ഭയങ്കര ഇതിൽ പറയും. പക്ഷെ ആ പുഷ് യുവർ സെൽഫിൻ്റെ കൂടെ തന്നെ ഡോണ്ട് പുഷ് യുവർ സെൽഫ് ടു ഹാർഡ്. ബി നൈസ് വിത്ത് യുവർ സെൽഫ് എന്നുകൂടി പറഞ്ഞിട്ട് വേണം പുഷ് യുവർ സെൽഫ്. പിന്നെ മാനേജ് സ്ട്രെസ് എഫക്റ്റീവ്ലി ആൻഡ് ലീഡ് വിത്ത് പർപ്പസ്. ദ ലാസ്റ്റ് വൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ലീഡർഷിപ്പിന് ഒരു പർപ്പസ് വേണം എപ്പോഴും. ഞാൻ എന്തിനാണ് ഒരു ലീഡർ ആവുന്നത്? എനിക്ക് കുറച്ച് ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ എനിക്കൊരു സ്മാർട്ട് പെർസെപ്ഷൻ വരാൻ വേണ്ടിയിട്ടാണോ? നോ, ഇറ്റ് ഈസ് ടു ഇൻസ്പയർ ടു പീപ്പിൾ, ഇറ്റ് ഈസ് ടു ഹെൽപ്പ് പീപ്പിൾ, ഇറ്റ് ഈസ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ കം ടു മീ ആൻഡ് ഐ വിൽ ഗിവ് എ ലിസണിങ് ഇയർ. ഹൗ? ഇഫ് ഐ എം എംപത്തറ്റിക്, കമ്പാഷനേറ്റ്, ഐ എം ദെയർ ഫോർ യു എന്നുള്ള ഒരു ഫീലിംഗ്, അതാണ് നിങ്ങളുടെ പർപ്പസ് ആസ് എ ലീഡർ ആവേണ്ടിയത്. I will end my note with one small video. Okay? ഇത് എത്രത്തോളം റെലവെൻറ്റ് ആവും അറിയില്ല, പക്ഷേ ദിസ് വീഡിയോ ഞാൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് മാതിരിയാണ് പോയത് ബിക്കോസ് ഓഫ് ദ ലിമിറ്റേഷൻസ് ഇൻ ടൈം. അപ്പം ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യോ കൺസോളിലൊന്ന്? ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ, ബട്ട് ദെൻ ലെറ്റ്സ് സീ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. സ്ക്രീന് മാറ്റേണ്ടി വരും, സ്ക്രീനിൽ കാണുന്നില്ല. അല്ല, സ്ക്രീനിൽ കാണുന്നില്ല. Yeah. Thank you. Lights off here. Can you please switch off the lights? അല്ല, ഇത് സ്റ്റാർട്ടിംഗ് ഇടണം. Now it's gone too far. ഒന്ന് സ്റ്റാർട്ടിംഗ് പ്ലേ ചെയ്യോ? Yeah, thank you. लड़के नहीं रोते. बैठो बैठो, लड़के रोते नहीं. Stop crying, Rohan. Are you a girl? Boys don't cry. Okay? Are you a girl? Why are you crying? Don't behave like a girl. चलो. Boys don't cry. लड़के रोते नहीं. मैंने बोला ना, लड़के नहीं रोते. लड़के रोते नहीं है. ए, लड़के रोते नहीं है. लड़के रोते नहीं है. Well done, well done. अरे लड़के नहीं रोते यार. ओ देवदास, छोड़ ना यार, लड़के ऐसे नहीं रोते.
बचपन से ही सिखाते हैं कि लड़के रुलते नहीं हैं। शायद बेहतर होगा अगर हम सिखाएं कि लड़के रुलाते नहीं हैं। A very emotional and a touching video, അല്ലേ? ഇത് although they are talking about boys, I believe that boys and girls all should be encouraged to cry. നമ്മൾ കരയുന്നത് ഒരു വളരെ നോർമൽ ഹ്യൂമൻ ഇമോഷനാണ്. ആ കരയുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ പെയിനിനെ അടക്കി വെക്കാതിരിക്കുകയാണ് ചെറുപ്പത്തിൽ. അപ്പം പണ്ട് നമ്മുടെ പേരൻസ് എന്താണ് നമ്മൾ കരയുമ്പോൾ തന്നെ കരയരുത്, മിണ്ടരുത് എന്ന് പറയില്ലേ? ലെറ്റ്സ് നോട്ട് ഡു ദാറ്റ്. ലെറ്റ്സ് ബി ഓക്കെ വിത്ത് ദം ക്രൈങ്. ബിക്കോസ് അങ്ങനെ അടക്കി പൊറുക്കി വെച്ചാൽ അതിൽ തന്നെ മനസ്സിൽ തന്നെ വെച്ചാൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടു അല്ലേ? അവർക്ക് ആരും കാണാത്തൊരു സ്പേസ് കിട്ടുമ്പോഴാണ് അവർ ആ ദേഷ്യം പുറത്തെടുക്കുന്നത്. അവർ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്തായിരിക്കും അതെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കൺട്രിയിൽ ഒരുപാട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അബ്യൂസ് ഉള്ളത്. അത് സ്ത്രീ പുരുഷനോടാകാം, പുരുഷൻ സ്ത്രീനോടാവാം, വാട്ട് എവർ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ. സോ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ ഇസ് identify the early sign of mental health disorders. If you have any, seek help. Don't have any shame in talking about it. ആരുടെ അടുത്ത് നിന്നാണോ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത്, സപ്പോർട്ട് കിട്ടുക, talk about it, attend and learn more about it. And if you do feel happy, think about me sometimes and think about this talk that I delivered to you. Thank you so much. Thank you very much, Dr. Nesrin Midlaj, for that highly powerful and insightful address, and your words gave us a lot to reflect on. ഇപ്പോൾ സ്വയം സ്നേഹിക്കുന്നതിൻ്റെയും സ്വയം സംരക്ഷിക്കുന്നതിൻ്റെയൊക്കെ ആവശ്യകത മാമിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും അതിന് പ്രാധാന്യം